ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് കേട്ടോ. മാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഉപയോഗത്തിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന, അതായത് വേസ്റ്റിലിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്യാനൊക്കെ ഉണ്ടാവുമല്ലോ, ആ ക്യാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വേസ്റ്റിലിടാതെ നമുക്ക് വീട്ടിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ പാല് വാങ്ങിക്കുന്ന ഒരു ക്യാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്തേക്കുന്ന ഒരു കവറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാർക്കർ കൊണ്ടൊന്ന് വരച്ച് കാണിച്ചു തരികയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ മാർക്ക് ചെയ്തെടുത്ത പോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത രീതിയിൽ കട്ട് ചെയ്തിട്ടാവും ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതാ താഴെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിലുള്ള ബ്ലേഡ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രികയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കത്തിയൊക്കെ ആണെങ്കിൽ കത്തിയൊക്കെ ചൂടാക്കിയിട്ടായാലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം ഇതുപോലെ 4 ഹോൾ അതിലിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ താഴെ മുകളിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 കേബിൾ ടൈ ആണ് കേട്ടോ. ഇനി ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മളൊരു ഹാൻഡിൽ പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കേബിൾ ടൈ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതാ മുകളിലത്തെ ഭാഗം ആ ഒരു കേബിൾ ടൈ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് താഴ്ഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം.
ഇപ്പം ഞാനിത് താഴെയും മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു കേബിൾ ടൈയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഹാൻഡിലൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലായാലും പുറത്തായാലും നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സവാളയൊക്കെ വാങ്ങിയിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലൊന്നുമല്ലല്ലോ സൂക്ഷിക്കാറ്. അപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അതവിടെ ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള ക്യാനൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതാ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഹോളിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുപ്പിയുടെ തന്നെ അടപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അടപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലുള്ള ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വലിയ പാടൊന്നും ഇല്ല, ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല ആ ഒരു ബോട്ടിലിൻ്റെ നടുക്കത്തെ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി കത്രിക കടത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ റൗണ്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് ഞാനൊരു 4 പീസോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഹാങ്ങറാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കേബിൾ ടൈ ആണ്. കേബിൾ ടൈ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നൂലുണ്ടെങ്കിൽ അത് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഹാങ്ങറിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിങ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനാണ് കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള 3 റിങ് നമുക്ക് ഹാങ്ങറിലോട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാനിത് ആ 4 പ്ലാസ്റ്റിക് റിങ്ങും ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ ടൈയുടെ ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഷോളൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള നല്ലൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഷോളൊക്കെ ഹാങ് ചെയ്തിടാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷിഫോൺ പോലുള്ള തുണികളൊക്കെ ആകുമ്പം അടുക്കി വെക്കാനായിട്ട് ഇച്ചിരി പാടാണല്ലേ. ഇങ്ങനൊരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ ബോട്ടിൽ വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ക്യാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓയിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാനാണ്. അപ്പോൾ ഈ ഒരു ക്യാന് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കൂടി ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു സോപ്പ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ സോപ്പിൽ വെള്ളം തങ്ങി നിൽക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഹോൾസിലൂടെ വെള്ളമൊക്കെ ഡ്രെയിൻ ആയിട്ട് പോയിക്കോളും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സോപ്പ് ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.